നൈജീരിയയുടെ പരമോന്നത പുരസ്കാരമായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് നൈജർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റുവാങ്ങി. പുരസ്കാരം ലഭിക്കുന്ന നൈജീരിയക്കാരനല്ലാത്ത രണ്ടാമത്തെ വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എലിസബത്ത് രാജ്ഞിക്കാണ് മുമ്പ് പുരസ്കാരം ലഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായ നൈജീരിയൻ സന്ദർശനം പൂർത്തിയായി. രാജ്യതലസ്ഥാനമായ അബുജയിലെത്തിയ അദ്ദേഹത്തിന് പ്രസിഡൻഷ്യൽ വില്ലയിൽ ആചാരപരമായ സ്വീകരണം നൽകി. നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നിരവധി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. വ്യാപാരം, നിക്ഷേപം, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളുടെയും സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ മാസം നൈജീരിയ നേരിട്ട പ്രളയ ദുരിതത്തിൽ പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടുത്തുകയും 20 ടൺ മാനുഷിക സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. നൈജീരിയൻ സർക്കാരിന്റെ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് നൈജർ പുരസ്കാരം നൽകി പ്രധാനമന്ത്രിയെ രാജ്യം ആദരിച്ചു. ഒരു വിദേശ രാജ്യം അദ്ദേഹത്തിന് നൽകുന്ന 17ാമത്തെ ബഹുമതി കൂടിയാണിത്. നൈജീരിയയിലെ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. നൈജീരിയൻ സർക്കാർ നൽകിയ പുരസ്കാരം താൻ ഓരോ ഭാരതീയനും സമർപ്പിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിലൂടെ പ്രതിരോധ ഉപകരണ കയറ്റുമതിയിൽ 30 മടങ്ങ് വളർച്ച കൈവരിക്കുവാൻ കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഗഗയാൻ ദൗത്യത്തിലൂടെ ഇന്ത്യക്കാരെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നതിനും സമീപ ഭാവിയിൽ സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്നതിനും ഇന്ത്യ സജ്ജമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. आज हम दुनिया के 100 से ज्यादा देशों को डिफेंस इक्विपमेंट एक्सपोर्ट कर रहे हैं. साथियों, स्पेस इंडस्ट्री में तो भारत जो कमाल कर रहा है उसकी प्रशंसा तो दुनिया भर में हो रही है. जल्द ही हम अपने गगनयान से भारतीयों को स्पेस में भेजेंगे. भारत अंतरिक्ष में स्पेस स्टेशन भी बनाने जा रहा है. നൈജീരിയയിലെ വിവിധ ഇന്ത്യൻ സംഘടനകൾ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യയിലുള്ള എല്ലാവിധ സമാജങ്ങൾക്കൊപ്പം കേരള സമാജം അതിൻ്റെ പ്രാതിനിധ്യം അറിയിച്ചു. കേരള സമാജത്തിൻ്റെ നൈജീരിയയിലുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കൂട്ടായ്മകളുടെ എല്ലാ അംഗങ്ങളും ഈ പരിപാടിയിൽ നാളെ മുതൽ ബ്രസീലിൽ നടക്കുന്ന G20 ഉച്ചകോടിക്ക് ശേഷം ഗയാന സന്ദർശനവും പൂർത്തിയാക്കി അദ്ദേഹം ഇന്ത്യക്ക് മടങ്ങും. ബ്ലസ്സൻ ചെറുവക്കൽ, 24, നൈജീരിയ.